ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സിൽ നിയമനിർമ്മാണ വിഭാഗത്തിലെ രാജ്യസഭയെക്കുറിച്ചും ലോകസഭയെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെ തന്നെയാണ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ലോകസഭയെക്കുറിച്ചും രാജ്യസഭയെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രാഷ്ട്രപതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സിലാണ് നമ്മൾ ചർച്ച ചെയ്യുക. ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ പാർലമെൻറ്റ് എന്നത് നമ്മൾ പറഞ്ഞു, അതൊരു വെറും നിയമനിർമ്മാണ സഭ മാത്രമാണോ? ആണോ? പാർലമെൻറ്റിനെയാണ് നമ്മൾ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയിട്ടും പാർലമെൻറ്റ് എന്നത് വെറും ഒരു നിയമനിർമ്മാണ സഭ മാത്രമാണോ? അല്ല, അത് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു സിരാ കേന്ദ്രമാണ്, അല്ലേ? നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ സിരാ കേന്ദ്രമാണെന്ന് നമുക്ക് പറയാം. പാർലമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറേ പ്രതിഷേധങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ഇറങ്ങിപ്പോക്കുകൾ, ധർണകൾ, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രാതിനിധ്യ സ്വഭാവമുള്ളതും അതുപോലെ തന്നെ കാര്യപ്രാപ്തി ഉള്ളതുമായിട്ടുള്ള നിയമനിർമ്മാണ സഭകളാണ് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്, അല്ലേ? ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണ സഭകൾ സഹായിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് നിയമനിർമ്മാണ സഭകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭ ഏതാണ്? അതായത് ദേശീയ നിയമനിർമ്മാണ സഭയെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളില്ലേ, അവയാണ് നിയമസഭകൾ എന്ന് പറയുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ നിയമസഭയെന്നും ദേശീയ നിയമനിർമ്മാണ സഭയെ പാർലമെൻറ്റ് എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിന് എത്ര മണ്ഡലങ്ങളാണുള്ളത്? 2 മണ്ഡലങ്ങൾ, അല്ലേ? ലോകസഭ എന്നും രാജ്യസഭ എന്നും 2 മണ്ഡലങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിന് ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 സഭകൾ വീതമുള്ള പാർലമെൻറ്റ് സംവിധാനത്തെയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്താണ്? 2 ലോകസഭ എന്നും രാജ്യസഭ എന്നും 2 മണ്ഡലങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിന് ഉള്ളത്. അങ്ങനെ 2 സഭകൾ വീതമുള്ള പാർലമെൻറ്റ് സംവിധാനത്തെയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയോ ദ്വിമണ്ഡല വ്യവസ്ഥയോ സ്വീകരിക്കാനുള്ള അനുവാദം എവിടെയുണ്ട്? ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ സ്വീകരിക്കാം, അതല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ നമുക്ക് ഭരണഘടനയിൽ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ചില സംസ്ഥാനങ്ങൾക്കൊക്കെ എന്തുണ്ട്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ഓക്കെ, ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അപ്പോൾ ഈ ദ്വിമണ്ഡല വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 6 സംസ്ഥാനങ്ങളാണ്. അത് നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ, നമ്മൾ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാണ് കോഡ്? ടാബ് മൂഗ് എന്നൊരു കോഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് പഠിച്ചു. എന്താണ്? 6 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ടാബ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടി എന്താണ്? തെലങ്കാന. ഓക്കെ, ടാബിൻ്റെ എ ആന്ധ്രാപ്രദേശ്, ബീഹാർ. 3 പഠിച്ചു. ഏതൊക്കെ? തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഇനി മൂഗ് എന്ന് പറയുമ്പോൾ എന്താ? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. ഈ 6 സംസ്ഥാനങ്ങൾക്കാണ് നിലവിൽ ദ്വിമണ്ഡല വ്യവസ്ഥ ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഈ വളരെ വലിപ്പവും അതുപോലെ ധാരാളം വൈവിധ്യങ്ങളും ഉള്ള രാജ്യങ്ങൾ ദ്വിമണ്ഡല വ്യവസ്ഥ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ രാജ്യങ്ങൾ, വലിയ വലിപ്പമുള്ളതും ധാരാളം വൈവിധ്യങ്ങളുള്ള രാജ്യങ്ങൾ ദ്വിമണ്ഡല വ്യവസ്ഥ സ്വീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, ഇനി രാജ്യങ്ങളുടെ കേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വലിയ രാജ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ദ്വിമണ്ഡല വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്നത്? അതായത് അത് ആ രാജ്യത്തിൻ്റെ വിവിധ വിഭാഗം ജനങ്ങൾക്കും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവും. ഒരു പോയിന്റ് അതാണ്. അതുപോലെ എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം നമുക്ക് പറയാവുന്നത്. അതായത് ഒരു സഭ തിരക്കിട്ട് ആവശ്യമായ കൂടിയാലോചനയൊന്നും ഇല്ലാതെ ഒരു തീരുമാനം എടുത്താൽ പോലും അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതായത് ഒരു സഭയിലെടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത സഭയുടെ പരിഗണനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബില്ലുകളും നയങ്ങളും ഒക്കെ 2 പ്രാവശ്യം ചർച്ച ചെയ്ത് കാര്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു
ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ളതിൻ്റെ ഗുണങ്ങൾ അതൊക്കെയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ്. അതൊരു പോയിന്റാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 79 രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 79. അങ്ങനെയെങ്കിലേ രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 80, ലോകസഭയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 81. ഓക്കെ, 79 പാർലമെന്റ്, 80 രാജ്യസഭ, 81 ലോകസഭ. ഇനി നമുക്ക് രാജ്യസഭയുടെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയെയാണ് രാജ്യസഭ എന്ന് അറിയപ്പെടുന്നത്. അപ്പർ ഹൗസ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സെക്കൻഡ് ചേംബർ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. അപ്പോൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. ആദ്യം സംസ്ഥാനത്തെ ജനങ്ങൾ നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. എന്നിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ അതാത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? രാജ്യസഭാ അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. രാജ്യസഭ സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ജനങ്ങൾ നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ആ നിയമസഭാ അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയിലേക്ക് എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് സംസ്ഥാനത്തെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ രാജ്യസഭാ അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ജനസംഖ്യയുടെ അനുപാതത്തിന് അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഓരോ സംസ്ഥാനത്തിനും പ്രാതിനിധ്യം ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രതിനിധികളെ ലഭിക്കും, കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറവ് പ്രതിനിധികളെയാണ് ലഭിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് നമുക്ക് 9 രാജ്യസഭാ അംഗങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്, 31 രാജ്യസഭാ അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. അതിനെയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് ഈ സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലെ സീറ്റുകൾ വീതിച്ച് നൽകുന്നതിനെ കുറിച്ച് പറയുന്നത്? ഏത് ഷെഡ്യൂളിലാണ്? 4ാമത്തെ ഷെഡ്യൂളിലാണ്. 4ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മുടെ സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലെ സീറ്റുകൾ വീതിച്ച് നൽകുന്നതിനെ കുറിച്ച് പറയുന്നത്. മൊത്തം നമുക്ക് എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 ഷെഡ്യൂളുകളാണുള്ളത്. നമ്മളൊരു കോഡ് വെച്ചൊക്കെ അത് പഠിക്കാറുണ്ട്. PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് വെച്ചിട്ട് ഒരു കോഡിലൂടെയാണ് നമ്മളിത് പഠിക്കാറ്. അപ്പോൾ അതിൽ 4ാമത്തെ ഷെഡ്യൂളിലാണ് ഈ ഭരണഘടനയുടെ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലെ സീറ്റുകൾ വീതിച്ച് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് രാജ്യസഭയിലെ സീറ്റുകൾ വീതിച്ച് നൽകുന്നത്. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രാജ്യസഭയുണ്ടോ? എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രാജ്യസഭാ സീറ്റുകളുണ്ടോ? ഇല്ല. അവിടെ നിയമസഭ ഉണ്ടെങ്കിൽ അവിടെ രാജ്യസഭാ അംഗങ്ങളുണ്ടായിരിക്കും. കാരണം എന്താണ്? നിയമസഭാ അംഗങ്ങൾ ചേർന്നിട്ടാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിയമസഭ ഉള്ള യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളത് പുതുച്ചേരിയിൽ നിന്ന് 1 അംഗമുണ്ട്. അതുപോലെ ഡൽഹിയിൽ നിന്ന് 3 അംഗങ്ങളുമാണ്. യൂണിയൻ ടെറിട്ടറി എന്ന വിഭാഗത്തിൽ നമ്മുടെ രാജ്യസഭയിലേക്ക് അംഗങ്ങളുള്ളത്. ഡൽഹിയിൽ നിന്ന് 3 പേരും പുതുച്ചേരിയിൽ നിന്ന് 1 അംഗമാണ് ഉള്ളത്. പരമാവധി എത്ര അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങൾ? പരമാവധി എണ്ണം എത്രയാണ്? 250 അതായത് 238 ആളുകൾ ഈ സ്റ്റേറ്റിൽ നിന്നും ഈ പറഞ്ഞ പോലെ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രാജ്യസഭാ അംഗങ്ങളും അതുകൂടാതെ 12 പേരെ നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നതും. ഈ 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അവരൊന്നുകിൽ സാഹിത്യം, കല, ശാസ്ത്രം, സാമൂഹിക പ്രവർത്തന മേഖലകളിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് 12 പേരെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ 238 + 12 അങ്ങനെയാണ് 250 എന്ന പരമാവധി അംഗസംഖ്യ. എന്നാൽ നിലവിൽ 245 രാജ്യസഭയുടെ അംഗസംഖ്യ എന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.
നമ്മൾ ഓൾറെഡി രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ രാജ്യസഭയിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അയർലൻഡിൽ നിന്നാണ്. അതുപോലെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇനി നാമനിർദ്ദേശം ചെയ്യുന്ന കാര്യമാണ് അയർലൻഡിൽ നിന്ന് കടമെടുത്തത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, മാറിപ്പോവാതെ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അത് 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴുമാണ് പിരിഞ്ഞു പോകുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓരോ 2 വർഷം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങാണ്. അപ്പോൾ ഓരോ അംഗത്തിൻ്റെയും കാലാവധി 6 വർഷമാണ്. എന്നാൽ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ അതൊരു സ്ഥിരം സഭയാണ്, അതിന് കാലാവധി ഇല്ല. ഇതിലെ അംഗങ്ങൾക്ക് മാത്രമാണ് കാലാവധി ഉള്ളത്. അവർ ഓരോ 2 വർഷം കൂടുമ്പോഴും മൊത്തത്തിൽ പിരിഞ്ഞു പോകില്ല. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരംഗത്തിന് 6 വർഷമാണ് കാലാവധിയായിട്ട് ലഭിക്കുന്നത്. ഇനി രാജ്യസഭയുടെ അധികാരങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ അധികാരം ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ധനകാര്യ ബില്ലുകൾ നമുക്കറിയാം ലോകസഭയിലാണ് മണി ബില്ലുകൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ധന ഇതര ബില്ലുകൾ പരിഗണനയ്ക്ക് വെക്കുന്നതും അതുപോലെ പാസ്സാക്കുകയും ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. അതുപോലെ ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. ധനബില്ലുകളെ സംബന്ധിച്ച് പൂർണ്ണ അധികാരം ലോകസഭയ്ക്കാണെങ്കിൽ കൂടിയിട്ടും അത് രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ, ലോകസഭയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം. ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണോ അല്ലെങ്കിൽ കണക്കിലെടുക്കണോ എന്നുള്ളത് ലോകസഭയുടെ അന്തിമ തീരുമാനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കാനുള്ള അധികാരം മാത്രമാണ് ഈ രാജ്യസഭയ്ക്കുള്ളത്. അതുപോലെ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുക അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുക എന്നുള്ളതിൽ നമ്മുടെ രാജ്യസഭയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു റോള് തന്നെ ഉണ്ട്. ഇനി മറ്റൊരു പോയിന്റിലേക്ക് വരാം. അഖിലേന്ത്യാ സർവീസ് അതായത് IAS, IFS, IPS ഇതെല്ലാം രൂപീകരിക്കാനുള്ള ഒരു പവർ ആർക്കുണ്ട്? നമ്മുടെ രാജ്യസഭയ്ക്ക് ഉണ്ട്. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട്. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ തുടങ്ങിയവരെ നീക്കം ചെയ്യാനുള്ള ഒരു റോളും അതിലും ആർക്ക് പങ്കുണ്ട്? രാജ്യസഭയുടെ അനുമതിയോടുകൂടിയേ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇനി ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരവും ആർക്കുണ്ട്? രാജ്യസഭയ്ക്ക് ഉണ്ട്. ഇതിലെ കുറേ അധികാരങ്ങൾ ലോകസഭയിലേക്കും ഉണ്ട്. അത് നമ്മൾ ലോകസഭ പഠിക്കുമ്പോൾ അതിൽ പഠിക്കും. പറഞ്ഞ പോയിന്റ് ഇതാണ്. ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരവും ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളുടെ മേൽ പാർലമെന്റിന് ഒരു നിയമം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് രാജ്യസഭയുടെ അനുമതി വേണം. ക്ലിയർ ആയോ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം യൂണിയൻ പാർലമെന്റിന് കൈമാറാനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ 5 വിഷയങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴൊക്കെ ആ വിഷയങ്ങളൊക്കെ മാറ്റാനായിട്ട് രാജ്യസഭയുടെ അനുമതി വേണം. സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന വിഷയങ്ങളെ കൺകറന്റിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെയും രാജ്യസഭയുടെ അധികാരം വേണം. ക്ലിയർ ആയല്ലോ ഈ 2 പോയിന്റ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ, പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് രാജ്യസഭയുടെ അനുമതി വേണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു വിഷയം കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും രാജ്യസഭയുടെ അനുമതി വേണം. ഇനി നമുക്ക് ലോകസഭയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് ലോകസഭ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം. അപ്പോൾ അധോമണ്ഡലം എന്നത് നമുക്ക് അധോ ലോകം എന്ന് ആലോചിക്കാം. അധോസഭ എന്നു പേരുള്ളത് ലോകസഭയ്ക്കാണ്. അതുപോലെ ലോവർ ഹൗസ്, ഹൗസ് ഓഫ് പീപ്പിൾ എന്നെല്ലാം അറിയപ്പെടുന്നത് ലോകസഭയാണ്. ആർട്ടിക്കിൾ 81 ലോകസഭയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ലോകസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 81. ആർട്ടിക്കിൾ 80 എന്തിനെക്കുറിച്ചായിരുന്നു? രാജ്യസഭയെക്കുറിച്ചായിരുന്നു. ആർട്ടിക്കിൾ 79 പാർലമെൻറ്റിനെ കുറിച്ചായിരുന്നു. ഓക്കെ. ഇനി ലോകസഭ അംഗങ്ങളെ എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ലോകസഭാ അംഗങ്ങളെ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അല്ലെങ്കിൽ FPTP, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്. ഓക്കെ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലൂടെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ലോകസഭാ അംഗങ്ങളെ. അങ്ങനെ എത്ര ലോകസഭാ അംഗങ്ങളാണ് നമുക്കുള്ളത്?
543 ലോകസഭാ അംഗങ്ങളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ലോകസഭാ അംഗങ്ങളാണ് നിലവിൽ നമുക്കുള്ളത്. എന്നാൽ ഭരണഘടന അനുസരിച്ച് ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 552 ഈ 552 നിന്നാണ് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം അവരെ ഒഴിവാക്കപ്പെട്ടത്, അവർക്കുള്ള സംവരണം ഇല്ലാതാക്കിയത്. ഈ 550 530 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് വിവിധ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുള്ളവരായിരിക്കണമെന്നായിരുന്നു. എന്നാൽ നിലവിൽ ഇത് 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അങ്ങനെ 543 അംഗങ്ങളാണ് ഇപ്പോൾ ലോകസഭയിൽ നമുക്ക് ഉള്ളത്. ഇന്ത്യൻ പാർലമെന്റിലെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയിൽ അധ്യക്ഷ പദം വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. രാജ്യസഭയിൽ അതാരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇനി ലോകസഭ അറിയപ്പെടുന്ന മറ്റ് 2 പേരുകൾ ഏതൊക്കെയായിരുന്നു? പോപ്പുലർ ഹൗസ്, ഫസ്റ്റ് ചേംബർ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത്. ലോവർ ഹൗസ് എന്നെല്ലാം അറിയപ്പെടുന്നു. ഇനി നമുക്ക് ലോകസഭയുടെ അധികാരങ്ങളെക്കുറിച്ച് നോക്കാം. യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലോകസഭയ്ക്കുള്ള ഒരു അധികാരമായിട്ട് നമുക്ക് പറയാം. അതുപോലെ ധനേതര ബില്ലുകൾ, മണി ബില്ല് അല്ലാത്ത മറ്റു ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. അതിൽ തന്നെ മണി ബില്ലിന് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ആർക്കാണ്? ലോകസഭയാണ്. ലോകസഭയിലാണ് മണി ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾക്ക് വിടുമെങ്കിൽ കൂടിയിട്ടും ലോകസഭയുടെ തീരുമാനങ്ങളാണ് അന്തിമമായിട്ടുള്ളത്. ഇനി നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബജറ്റ് തുടങ്ങിയ പ്രമേയങ്ങൾ അംഗീകരിക്കുന്നു. ലോകസഭയുടെ മറ്റൊരു അധികാരത്തിൽ വരുന്നതാണ് നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബജറ്റ് തുടങ്ങിയ പ്രമേയങ്ങൾ അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാനുള്ള അധികാരമാർക്കുണ്ട്? ലോകസഭയ്ക്കുണ്ട്. ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ലോകസഭയിലും പാസ്സാവണം, രാജ്യസഭയിലും പാസ്സാവണം. എന്നാൽ മാത്രമേ ആ ബില്ല് അംഗീകരിക്കപ്പെടുകയുള്ളൂ, അല്ലേ? രാഷ്ട്രപതിയുടെ സൈനോട് കൂടിയിട്ട് ആ ബില്ല് അംഗീകരിക്കണമെങ്കിൽ ലോകസഭയിലും പാസ്സായി രാജ്യസഭയിലും പാസ്സാവണം. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിലുള്ള ഒരു അധികാരം ആർക്ക് കൂടിയുണ്ട്? ലോകസഭയ്ക്ക് കൂടി ഉണ്ട്. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അംഗീകരിക്കാനുള്ള അധികാരമുണ്ട്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ തുടങ്ങിയവരെയൊക്കെ നീക്കം ചെയ്യുന്നത് ലോകസഭയോടൊപ്പം രാജ്യസഭയും കൂടി ചേർന്നാണ്. അപ്പോൾ അവിടെ ഒരു അധികാരം ആർക്കുണ്ട്? ലോകസഭയ്ക്ക് കൂടിയുണ്ട്. കമ്മിറ്റികൾ, കമ്മീഷനുകൾ എന്നിവ രൂപീകരിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യാനുള്ള അധികാരവും ലോകസഭയ്ക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2024 ഏപ്രിൽ 19 18ാം ലോകസഭയിലേക്കുള്ള ഇലക്ഷൻ നടന്നു, അല്ലേ? അപ്പോൾ 18ാം ലോകസഭയുടെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർള. അതുപോലെ 10 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്ന സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ചുമതലയേറ്റു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്